2026 വേൾഡ് കപ്പ് ആര് ചൂടും? ഫുട്ബോൾ ലോകം ഇപ്പോൾ വടക്കേ അമേരിക്കയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. 2026 ജൂൺ 11 മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ടെക്കയിൽ പന്തുരുളുമ്പോൾ അത് വെറുമൊരു ലോകകപ്പല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായിരിക്കുമെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിവരിച്ചു കഴിഞ്ഞു. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ പോരാട്ടത്തിൽ ആര് കിരീടം നേടുമെന്നത് ലോകമെമ്പാടുമുള്ള ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. കണക്കുകൾക്കും പ്രവചനങ്ങൾക്കും അതീതമായി 90 മിനിറ്റിന്റെ അവസാന വിസിലാണ് കാര്യമെങ്കിലും ഇത്തരത്തിലുള്ള കണക്കുകൾ അറിയുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമാണ്. പ്രശസ്ത മാധ്യമമായ ദ ഗാർഡിയന്റെ ഏറ്റവും പുതിയ വിശകലന പ്രകാരം കിരീട സാധ്യതയുള്ള 5 കരുത്തരെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പട്ടികയിൽ 5ാം സ്ഥാനത്ത് ഫുട്ബോൾ ലോകത്തെ സുൽത്താൻമാരായ ബ്രസീൽ തന്നെയാണ്. ലോകകപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ 5 വട്ടം വിശ്വകിരീടം നേടിയ മറ്റൊരു ടീമില്ല. 1988 പെലെയുടെ ഉദയം മുതൽ 2002 റൊണാൾഡോ നെസാഡിയുടെ മാന്ത്രിക പ്രകടനം വരെ നീണ്ടു നിൽക്കുന്ന സുവർണ ചരിത്രമാണ് കാനറി പടക്കുള്ളത്. നിലവിൽ റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറും റാഫിഞ്ഞ, റോഡ്രിഗോ, എസ്റ്റാവിയോ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഭകൾ ബ്രസീൽ സ്ക്വാഡിൽ നിലവിലുണ്ട്. പക്ഷേ ബ്രസീൽ കുപ്പായത്തിൽ അവർ എങ്ങനെ തിളങ്ങുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. മാർക്കിനൂസ് അടങ്ങിയ പ്രതിരോധ നിര ഏതൊരു മുന്നേറ്റ നിരയെയും വിറപ്പിക്കാൻ ശേഷിയുള്ളതാണ്. വ്യക്തിഗത മികവുള്ള താരങ്ങളുടെ വലിയ നിര തന്നെ ഇത്തവണയും ബ്രസീലിനുണ്ട്. എങ്കിലും ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ പ്ലേയേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ഇല്ലാത്തതും അസ്ഥിരതകളും വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദവും അവർക്ക് വെല്ലുവിളി തന്നെയാണ്. നീണ്ട 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 6ാം കിരീടം ബ്രസീലിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ യുവനിരക്കുള്ളത്. കൂടാതെ നെയ്മറിന്റെ സാന്നിധ്യം ഈ ടീം നല്ല രീതിയിൽ അർഹിക്കുന്നുണ്ട്. സർജറിക്ക് ശേഷം നെയ്മർ ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് ബ്രസീൽ ആരാധകർ. എന്തുകൊണ്ടും അയാളുടെ അവസാന വേൾഡ് കപ്പാണെന്ന് നെയ്മർ തന്നെ പറയുമ്പോൾ ഈ വേൾഡ് കപ്പ് അയാളുടെ ചിറകിലേറി ബ്രസീൽ വേൾഡ് കപ്പ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നാലാം സ്ഥാനത്തുള്ളത് തുഷേലിന്റെ ഇംഗ്ലണ്ടാണ്. ഫുട്ബോളിന്റെ തറവാട്ടുകാരെന്ന് വിശേഷിക്കപ്പെടുമ്പോഴും 1966 ശേഷം മറ്റൊരു ലോക കിരീടം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിലവിൽ നടന്ന യോഗ്യതാ മത്സരങ്ങളിൽ പരാജയമറിയാതെ കുതിക്കുന്ന ഇംഗ്ലണ്ട് പടക്ക് തോമസ് തുഷീൽ എന്ന പുതിയ പരിശീലകന്റെ വരവ് ഇംഗ്ലണ്ടിന് തന്ത്രപരമായ വലിയൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. പ്രതിഭകളുടെ അതിപ്രസരമാണ് ഇംഗ്ലണ്ട് ടീമിന്റെ നിലവിലെ ഏറ്റവും വലിയ ശക്തി. എങ്കിലും നിർണായക ഘട്ടങ്ങളിൽ കാലിടറുന്ന സ്വഭാവം ഇത്തവണ അവർക്ക് മാറ്റേണ്ടി വരും. തങ്ങളുടെ 2ാം കിരീടത്തിനായി 60 വർഷമായി ഇംഗ്ലണ്ട് നടത്തുന്ന കാത്തിരിപ്പ് ഇത്തവണ അവസാനിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ആണ്. 1998 2018 ലോക ചാമ്പ്യന്മാരായ ഇവർ കഴിഞ്ഞ 2 ലോകകപ്പിലും ഫൈനൽ കളിച്ച ഒരേയൊരു ടീമാണ്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പ തന്നെയാണ് ഫ്രാൻസിന്റെ വജ്രായുധം. ഏത് പൊസിഷനിലും ലോകോത്തര താരങ്ങളുള്ള അവരുടെ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കളിക്കളത്തിൽ അതിവേഗം കൗണ്ടർ അറ്റാക്കുകൾ സംഘടിപ്പിക്കാൻ ഫ്രാൻസിനുള്ള കഴിവ് ലോക പ്രശസ്തമാണ്. എന്നാൽ ടീമിനുള്ളിലെ ഐക്യമില്ലായ്മയും പരിക്കുകളും ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകാറുണ്ട്. കഴിഞ്ഞ തവണ ഖത്തറിൽ കൈവിട്ടുപോയ കിരീടം തിരിച്ചുപിടിച്ച് തങ്ങളുടെ 3ാം നക്ഷത്രം സ്വന്തമാക്കാനാണ് എംബാപ്പയും സംഘവും വരുന്നത്. രണ്ടാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. 1978, 86, 2022 വർഷങ്ങളിലായി 3 തവണ വിശ്വകിരീടം നേടിയവർ നിലവിൽ ലോക ഫുട്ബോളിലെ 1ാം നമ്പർ ടീമാണ്. ഇതിഹാസ താരം ലയണൽ മെസ്സി തന്നെയാണ് അർജന്റീനയുടെ ഹൃദയം. 2026 ആകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രായം ഒരു ചർച്ചാ വിഷയമാണെങ്കിലും മെസ്സി ടീമിന് നൽകുന്ന മാനസികമായ ഊർജം ചെറുതൊന്നുമല്ല. ലയണൽ സ്കലോണി എന്ന കോച്ചിന് കീഴിലുള്ള ടീമിന്റെ അസാമാന്യമായ ഒത്തിണക്കവും പോരാട്ട വീര്യവുമാണ് അർജന്റീനയുടെ ശക്തി. എങ്കിലും സീനിയർ താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നത് അവർക്ക് മുന്നിലെ വെല്ലുവിളിയാണ്.
കിരീടം നിലനിർത്തി തുടർച്ചയായ 2ാം ലോകകപ്പും സ്വന്തമാക്കാനാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തർ വരുന്നത്. കൂടാതെ യുവതാരങ്ങളുടെയും കടന്നുവരവ് അർജന്റീനക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഗാർഡിയന്റെ ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ ശക്തികളായ സ്പെയിനാണ്. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആദ്യമായി ലോക കിരീടം ചൂടിയ ചരിത്രമുള്ള സ്പെയിൻ 2024 യൂറോ കപ്പിലൂടെ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വെറും 17ാം വയസ്സിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച അത്ഭുത ബാലൻ ലാമിൻ യമാലാണ് സ്പെയിനിന്റെ പുതിയ വിസ്മയം. യമാലും നിക്കോ വില്യംസും വിങ്ങുകളിലൂടെ നടത്തുന്ന കുതിപ്പ് ഏതൊരു പ്രതിരോധത്തെയും തകർക്കുമെന്നുറപ്പാണ്. തോൽവി അറിയാതെയുള്ള മുന്നേറ്റവും യുവത്വത്തിന്റെ പ്രസരിപ്പുമാണ് സ്പെയിനിന്റെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളുടെ അഭാവം വലിയ ടൂർണമെന്റുകളിൽ വെല്ലുവിളിയായേക്കാം. എങ്കിലും നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന സ്പെയിൻ തങ്ങളുടെ 2ാം വിശ്വകിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുമിച്ച് കളിക്കുന്ന അവസാന ലോകകപ്പായിരിക്കുമോ എന്ന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഈ 5 ടീമുകളിൽ ആരായിരിക്കും 2026 ജൂലൈ 19 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വിശ്വകിരീടം ഉയർത്തുക? കാത്തിരുന്ന് കാണാം.